നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫയുടെ വിവിധ സെന്ററുകൾ വിഷു ആഘോഷം നടത്തി. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീനും ട്രസ്റ്റിമാരും വിവിധ സെന്ററുകളുടെ ഭാരവാഹികളും ആശംസകൾ നേർന്നു. ആൽഫ ഇടമുട്ടം ഹോസ്പീസ് ആശിഷ് കെയർ ഹോമിൽ 2 ദിവസം നീണ്ട ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. തലേന്ന് കണിയൊരുക്കിയും പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമാണ് കെയർ ഹോം അംഗങ്ങൾ വിഷുവിനെ വരവേറ്റതെങ്കിൽ വിഷുദിനത്തിൽ വിഷുക്കൈനീട്ടം നൽകിയും വിഭവസമൃദ്ധമായ സദ്യ ആസ്വദിച്ചുമായിരുന്നു വിഷു ആഘോഷിച്ചത്. ആഘോഷങ്ങൾക്ക് ചെയർമാൻ KM നൂറുദ്ദീൻ, ട്രസ്റ്റി താഹിറ നൂറുദ്ദീൻ, കെയർ ഹോം മാനേജരും PROയുമായ താഹിറ മുജീബ് എന്നിവർ നേതൃത്വം നൽകി. ആൽഫ ഏറ്റുമാനൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി, അതിരമ്പുഴ, നീണ്ടൂർ പഞ്ചായത്തിന് കീഴിലുള്ള അംഗനവാടി ടീച്ചർമാരെയും ഹെൽപ്പർമാരെയും ICDS സൂപ്പർവൈസർമാരെയും പങ്കെടുപ്പിച്ചാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. ആൽഫ ഏറ്റുമാനൂർ സെന്റർ പ്രസിഡന്റ് മാത്യു വലിയകുളത്തിൽ നേതൃത്വം നൽകിയ പരിശീലന പരിപാടിയിൽ ആൽഫ സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, കോട്ടയം ജില്ലാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ മോഹൻ എന്നിവർ ക്ലാസ് നയിച്ചു. 120ഓളം പേർ പങ്കെടുത്തു. തുടർന്നും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പരിശീലന പരിപാടികൾ നടത്തുവാനും യോഗം തീരുമാനിച്ചു. തൃശൂർ പൂരം 2025 എക്സിബിഷനിൽ ആൽഫ പാലിയേറ്റീവ് കെയർ തൃശൂർ സെന്ററിന്റെ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. 1.5 മാസം നീണ്ടു നിൽക്കുന്ന സ്റ്റാളിന്റെ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറും രംഗത്തുണ്ട്. ബോധവൽക്കരണ നോട്ടീസ് വിതരണത്തിനും ഡൊണേഷൻ ബോക്സ് കളക്ഷനും വോളണ്ടിയർമാരും സ്റ്റാഫും നേതൃത്വം നൽകും. സ്റ്റാളിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട് നടത്തുമെന്ന് സെക്രട്ടറി CK സജീവ് അറിയിച്ചു. ആൽഫ ചാലക്കുടി സെന്ററിൽ നിന്ന് 10 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന സീനിയർ നഴ്സുമാരായ സിനി, ജിമോൾ എന്നിവർക്ക് ചാലക്കുടി സെന്റർ യാത്രയയപ്പ് നൽകി. വൈസ് പ്രസിഡന്റ് AL കൊച്ചപ്പന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ജോർജ് തോമസ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ഉഷാദേവി, ഭാരവാഹികളായ റോസി ലാസർ, തോമസ് കാണിച്ചൈ, മേരി നളൻ, ലീന ക്രിസ്റ്റോ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് ഇരുവർക്കും സെന്ററിന്റെ സമ്മാനങ്ങൾ കൈമാറി. സിസ്റ്റർ സിനിയും ജിമോളും മറുപടി പ്രസംഗം നടത്തി. ട്രഷറർ ലീല പൗലോസ് നന്ദി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.